ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ ആനന്ദത്താൽ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അഭിഷേകമായി നീ നിറയണമേ. ആത്മാവേ പാവനാത്മാവേ അഭിഷേകമായി നീ നിറയണമേ. പാവനാത്മാവേ പരിശുദ്ധനേ പാവന സ്നേഹത്തിൻ അടയാളമേ. പാവനാത്മാവേ പരിശുദ്ധനേ പാവന സ്നേഹത്തിൻ അടയാളമേ. പാപികൾ ഞങ്ങളിൽ നിറയണമേ. പാരിതിൽ ദീപമായി തെളിയണമേ. പാപികൾ ഞങ്ങളിൽ നിറയണമേ. പാരിതിൽ ദീപമായി തെളിയണമേ. പാവനാത്മാവേ പരിശുദ്ധനേ പാവന സ്നേഹത്തിൻ അടയാളമേ. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 52-ാം വാക്യം. ആക്ട്സ് 13:52. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. യഥാർത്ഥ ആനന്ദം പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. അതൊരു വലിയ ആവേശമോ അമിതാഹ്ലാദമോ ആകണമെന്നില്ല, മറിച്ച് ആന്തരികമായ ഒരാനന്ദം. എല്ലാ സംഘർഷങ്ങളെയും പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും അതിജീവിക്കുന്ന ആന്തരികമായ ആനന്ദം പരിശുദ്ധാത്മാവാണ്. ഈ ആനന്ദമാകട്ടെ ലോകത്തിന് സൃഷ്ടിക്കാനോ നമ്മിൽ നിന്ന് കവർന്നെടുക്കാനോ കഴിയാത്ത ആനന്ദമാണ്. നമ്മൾ സന്തോഷം കണ്ടെത്തുന്ന പലതും ക്ഷണിക സന്തോഷങ്ങളാണ്. ആ സന്തോഷത്തിൻ്റെ ഉറവിടങ്ങൾ പലപ്പോഴും ലോകമാണ്. ലോകം തന്നെ ആ സന്തോഷങ്ങളെ നമ്മളിൽ നിന്ന് കട്ടെടുക്കാറുമുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന ആനന്ദം തരാൻ ലോകത്തിന് കഴിയില്ല. ആ ആനന്ദത്തെ ആർക്കും നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ പറ്റില്ല. ഈ പ്രഭാതത്തിൽ സർവ സൃഷ്ടിജാലങ്ങളും കർത്താവിന് കീർത്തനമാലപിക്കുന്ന ഈ നേരത്ത് പ്രഭാത നമസ്കാരത്തിൽ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സർവചരാചര സൃഷ്ടികളെ, സൃഷ്ടി മുഴുവനെയും ക്ഷണിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് കർത്താവിന് കീർത്തനമാലപിക്കുവിൻ എന്ന്. സങ്കീർത്തനം ഗീതമായി ആലപിക്കുന്നതാണ്. സസ്യജാലങ്ങൾ സൃഷ്ടാവിൻ്റെ മഹത്വം ആലപിക്കുന്ന ഈ നേരത്ത് കിളികളും മൃഗങ്ങളും മത്സ്യങ്ങളും അതിൻ്റെ നാഥനെ ഏറ്റുപറയുന്ന ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയവും സൃഷ്ടാവിന് ആനന്ദഗീതം പ്രകീർത്തനം ആലപിക്കട്ടെ. ഈ പ്രഭാതത്തെ ഓർത്ത്
ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ ആനന്ദത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ, സൃഷ്ടാവിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി ഒരുക്കും. ജീവിതത്തെക്കുറിച്ചുള്ള നന്ദി പരിശുദ്ധാത്മാവിലേക്ക് നമ്മുടെ ഹൃദയത്തെ തുറക്കും. നന്ദിയോടെ ആയിരിക്കുക എന്നത് ആനന്ദത്തിൻ്റെ ആരംഭമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വരിക പരിശുദ്ധാത്മാവേ, സ്വർഗീയ ആനന്ദം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്ന്, എല്ലാ മടുപ്പിൽ നിന്ന്, നിരാശയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, ഈ ദിവസവും പരിശുദ്ധാത്മാവേ, റൂഹായേ, ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ എൻ്റെ മിഴികൾക്ക് നീ കാഴ്ച നൽകണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധിയിലും അവൻ്റെ നന്മയിലും ആനന്ദിക്കാൻ എന്നെ ഒരുക്കണേ റൂഹായേ. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് ആനന്ദത്തോടെ, കൃതജ്ഞതയോടെ ഈ ദിവസം നമുക്ക് ആയിരിക്കാം. ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.